നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കേരള വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാണ്. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒപ്പം വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വരും മണിക്കൂറിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്നും കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 19-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയിൽ ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചു വന്ന വാടക വീടാണ് ഇന്നലെ പുലർച്ചെ തകർന്നത്. ചൊവ്വന്നൂർ സ്വദേശി സദാനന്ദനാണ് വീടിന്റെ ഉടമ. പുലർച്ചെ വീടിന്റെ ചുവരുകൾ പൊളിയുന്ന ശബ്ദം കേട്ട് ബിജേഷും ഭാര്യയും 2 കുട്ടികളും പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇവർ പുറത്തേക്ക് ഓടിയതിന് പിന്നാലെ വീട് നിലംപൊത്തി, വീട്ടു സാധനങ്ങളും നശിച്ചു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് പുലർച്ചെ എഴുന്നേറ്റിരുന്നു. ഈ സമയമാണ് ചുമർ പൊളിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പയ്യോളി ബീച്ച് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കറുവക്കണ്ടി മനോജിന്റെ മകൾ മഞ്ജുമയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ജോലിക്ക് പോയിരുന്ന മനോജ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഉത്തരവിൽ തുടർച്ചയായി 2ാം വർഷവും വ്യാപക അക്ഷരത്തെറ്റുകൾ. വായനാ ദിനം എന്ന വാക്കുപോലും തെറ്റിച്ച് വയനാ ദിനമെന്നാണ് ഉത്തരവിൽ പലയിടത്തുമുള്ളത്. ദേശീയ, ഉചിതമായ തുടങ്ങിയ തെറ്റിച്ച വാക്കുകളുടെ നിര തന്നെയുണ്ട്. നാളെയാണ് വായനാ ദിനം. DGPയും അഗ്നിരക്ഷാസേനാ മേധാവിയുമായ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതി സർക്കാരിന് കുരുക്കാകും. തന്നെ സംബന്ധിച്ച ഇന്റലിജൻസ് വസ്തുതാ റിപ്പോർട്ട് 1.5 മാസമായിട്ടും കേന്ദ്രത്തിന് നൽകാത്ത സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്ത ജൂൺ 1-ന് മുഖ്യമന്ത്രിയുടെ പോർട്ടൽ വഴി പരാതി നൽകിയത്. ഡിസ്റ്റോണിയ, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗം മൂലം ഗുരുതര ചലന വൈകല്യം ബാധിച്ച നിർധന രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നിഷേധിച്ച് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ്. രോഗത്തെ തുടർന്നുള്ള വിറയൽ കാരണം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാനോ ഒരു പിടി ഭക്ഷണം വാരി കഴിക്കാനോ കഴിയാത്ത രോഗികളാണ് ഇതുമൂലം കഷ്ടപ്പെടുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയാ ചെലവ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആരോഗ്യ നിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന രോഗികൾക്ക് സൗജന്യമായാണ് ചെയ്തിരുന്നത്. 2019 ശേഷം അപേക്ഷ സമർപ്പിക്കൽ ഉൾപ്പെടെ ഓൺലൈൻ ആക്കിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. അപേക്ഷ ആശുപത്രി സമർപ്പിക്കുമെങ്കിലും കേന്ദ്രത്തിന്റെ അപ്രൂവൽ കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്. സ്കൂളിലെ ഭക്ഷണത്തിന് കൊതിയൂറും വിഭവങ്ങളും അടങ്ങിയ മെനുവുമായി സർക്കാർ. ഉച്ചഭക്ഷണം ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് എല്ലാ ജില്ലകൾക്കും ഏകീകൃത മെനു നടപ്പാക്കുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി എന്നിവ ഒരുക്കണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് ചമ്മന്തിയും പരിഗണനയിലുണ്ട്. ഇവ വെജ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ് എന്നിവയ്ക്കൊപ്പം തൊടുകറിയായി വിളമ്പാം. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് റാഗി ബോൾസ്, ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ വിളയിച്ചത്, പാലുപയോഗിച്ച് ക്യാരറ്റ് പായസം, റാഗിയോ മറ്റു മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ 64-ാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് മുൻ നേതാവ് MS റഫീഖിനെതിരെ NIA കലൂരിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഒളിവിലിരിക്കെയാണ് ഇയാൾ അറസ്റ്റിലായത്. 71 പ്രതികളുള്ള കേസിൽ 8 പേർ ഇപ്പോഴും ഒളിവിലാണ്. സംസ്ഥാനത്താകെ വിവാഹ ചടങ്ങുകളിലും മൂന്നാർ അടക്കമുള്ള 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. 5 ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളടക്കം നിരോധിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിയും നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് P ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. 9 മാസമായ കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് മലപ്പുറം തിരൂരിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും തമിഴ്നാട് സ്വദേശികളാണ്. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിനെ തിരൂർ പോലീസ് രക്ഷപ്പെടുത്തി. കുഞ്ഞിന്റെ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി, ഇടനിലക്കാരനായ സെന്തിൽ കുമാർ, പ്രേമലത എന്നിവരെ അറസ്റ്റ് ചെയ്തതായി തിരൂർ പോലീസ് അറിയിച്ചു. കുഞ്ഞിനെ വാങ്ങിയത് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. പത്തനംതിട്ട മെഴുവേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ നടക്കും. കുഞ്ഞിന്റെ മരണത്തിൽ കൊലപാതക സാധ്യതയാണ് പോലീസ് കാണുന്നത്. വീട്ടിൽ പ്രസവിച്ചതിന് തൊട്ടു പിന്നാലെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചെന്നും ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീടിന്റെ പറമ്പിൽ തള്ളിയെന്നും യുവതി മൊഴി നൽകിയിരുന്നു. കാമുകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നും അവിവാഹിതയായ 21-കാരിയുടെ മൊഴിയിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ നൽകുന്ന വിവരമനുസരിച്ചായിരിക്കും പോലീസ് FIR-ൽ മാറ്റം വരുത്തുക. യുവതിയുടെ ബന്ധുക്കളെയും കാമുകനെയും വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.